എന്നെ കൊണ്ട് പറ്റും, നീ ഇല്ലേ ഒരു ഗായകനുണ്ടെന്ന് പറഞ്ഞ ആര് പോടാ എന്നോട്. ഞാനല്ലേ അത്, ഞാൻ കോളേജിലേ പോവാറില്ല. നല്ല രസം, കുറെ നല്ല ക്രൗഡ്, ആൾക്കാർ ഭയങ്കര ഓളം. ചെയ്യുന്ന പിന്നെ ഒരു ഓളത്തിന് നിന്ന് പാടിയേക്കാന്ന് പറഞ്ഞാൽ എന്റെ കൂടെ പാടുന്ന കുട്ടി ഒരു പെൺകുട്ടിയാണ്. എന്റെ ഒരു വരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്റെ ഒരു വെള്ളി വീണു. എന്നെ ഏറ്റവും തള്ളി വിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഈ അദ്ദേഹം എന്ന് പറഞ്ഞ ആ തെറ്റിയായിരിക്കും, ആരാണെന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് സെക്കൻഡ് അവളെന്ന് പാടാൻ തുടങ്ങുമ്പോഴേക്കും കുട്ടി പൊട്ടിക്കരഞ്ഞ സ്റ്റേജിൽ കരച്ചിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. ടീച്ചർമാരൊക്കെ വന്നിട്ട് കഥകളും എന്നിട്ട് എന്നോട് ടീച്ചർ നിർത്താം പാടുന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാനില്ലേ ഞാൻ അപ്പോഴും പാടുകയാണ്. ഈ സ്റ്റേജിന്റെ കർട്ടൻ വീഴുന്ന വരെ ഞാൻ പാടി. ഞാൻ ഇപ്പൊ ഇടക്കിടക്ക് പാടുന്ന ഒരു പാട്ട് വഴങ്ങുന്ന പാട്ടായിരിക്കും. ചേട്ടന്റെ റൂമിന്റെ പുറത്ത് ചേട്ടൻ ഉറങ്ങുന്ന സമയത്ത് ബേസിലും ഞാന് അപ്പു എല്ലാരും ഞങ്ങളെല്ലാം പോയിട്ട് ബേസിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഡോറിന്റെ പുറത്ത് പോയിട്ട് ഉറങ്ങി കിടക്കുന്ന ഡയറക്ടറിനെ രാത്രി വിളിച്ച് ഉറക്കം ശല്യപ്പെടുത്തലായിരുന്നു ഇവന്റെ അന്നത്തെ ദിവസത്തെ ഇവന്റെ വിനോദം. അംബാനിയുടെ മോന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ അംബാനി ആനന്ദ് അംബാനി അതെ അക്ഷയ് ആ ലെവലില് അല്ലെ കൊടീശ്വരന് കല്യാണം കഴിക്കുക, നല്ല രസിച്ച് ജീവിക്കുക. നീ പാടും, എനിക്ക് ഉറപ്പാണ്. ഏത് പാട്ട് പാടിയാലും ഞാനായിട്ട് സപ്പോർട്ട് ചെയ്യണോട്ടോ. പിന്നെ ചിലമ്പൊലിക്കാറ്റ് അജീബ് ദാസ്താ ഹൈ പാട് ചില തോന്നല് പാടുന്നത് ഞാൻ വിചാരിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം രാവിലെ തൊട്ട് വൈകിട്ട് വരെ അഭിനയിച്ചിട്ട് 9:30 കഴിഞ്ഞിട്ട് ഞാൻ രാത്രി പോയിട്ട് മലയാളി ഇതിൽ തന്നെ നിന്നിട്ട് നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന പരിപാടി ഒന്നും എന്റെ പരിപാടിക്ക് അത് നടക്കില്ല. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഗുണങ്ങളേ ഉള്ളൂ. കാരണം ഇപ്പൊ ആണെങ്കിലും നമുക്ക് എന്തോ ആവാം. ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വെൽക്കം ടു ജാങ്കോ സ്പേസ്. അപ്പോൾ ഒരു പുതിയ സിനിമയുടെ വിശേഷമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 84 കാലഘട്ടം മുതൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2024 എത്തിയിരിക്കുമ്പോൾ ഒരുപാട് ഹിറ്റ് സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച, അല്ലെങ്കിൽ ഒരുപാട് ഹിറ്റ് ക്യാരക്ടറുകൾ മലയാളികളുടെ ഇടയിൽ രജിസ്റ്റർ ആക്കി തന്ന ഒരു നല്ലൊരു എഴുത്തുകാരനുണ്ട്, നമ്മുടെ എസ് എൻ സ്വാമി സാർ. അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്, സീക്രട്ട്. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ധ്യാൻ ശ്രീനിവാസൻ, കലേഷേട്ടൻ, ആർദ്ര. എല്ലാവർക്കും വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. ഇപ്പം ഇത്രയും നമ്മളിപ്പോൾ ഈ സിനിമയുടെ എസ് എൻ സ്വാമി സാറിൻ്റെ ഇത് തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇത്രയും നല്ല നല്ല രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളാണ് മലയാളികളുടെ ഇടയിൽ സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിയിലേക്ക് കയറാനുള്ള 3 കഥാപാത്രങ്ങളാണോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്? അങ്ങനെ ആവട്ടെ അല്ലേ? പോരട്ടെ. ഇത് പേടിയാവണ്ടോ ഇവരുടെ കൂടെ ഇരുന്നിട്ട്? ഇങ്ങനെയാണോ ലൊക്കേഷനിലൊക്കെ? ഇങ്ങനെയാണോ അടക്കൊതുക്കമുള്ള ഒരു മലയാളി തനിമയുള്ള ഒരു കുട്ടി ആണോ? എനിക്കറിയില്ല. അറിയില്ല, ഒന്നും പറഞ്ഞോളൂ. അങ്ങനെ അതാണ് ആഗ്രഹം, അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്താ ക്യാരക്ടറിന്റെ പേരെന്താ? എന്റെ ക്യാരക്ടറിന്റെ ശ്രേയ. ശ്രേയ. കലേഷന്റെ ക്യാരക്ടറിന്റെ പേരെന്താ? മൂർത്തി എന്നാണ്. മിഥുൻ. അപ്പൊ ഇനിയിപ്പോ സേതുരാമയ്യർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇനി ഈ ക്യാരക്ടറുകളൊക്കെ ആളുകളുടെ ഇടയിൽ രജിസ്റ്റർ ആവട്ടെ. അതെ, ഞാനിങ്ങനെ അനുഗ്രഹമൊക്കെ തരും, പ്രാർത്ഥനയ്ക്കുണ്ടാവും എപ്പോഴും. ഒരു 72 വയസ്സുണ്ട് നമ്മുടെ സ്വാമി സാറിന്. അപ്പൊ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് ഞാനൊരു സിനിമ ചെയ്യാണ്, നിങ്ങളെയൊക്കെയാണ് അതിൽ ഞാൻ കാസ്റ്റ് ചെയ്യണം, ഇതാണ് നിങ്ങളുടെ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകത തോന്നിയിരുന്നു? നമ്മൾ ചെയ്തു വെച്ച ക്യാരക്ടറുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താ എന്ത് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും അല്ലല്ല, ഇപ്പം നേരത്തെ പറഞ്ഞത് തന്നെ, ഇപ്പൊ സീതാരാമയ്യർ അല്ലെങ്കിൽ സാഗർ ഇലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സ്, അതൊക്കെ എഴുതിയ ഒരാള് അദ്ദേഹത്തിന്റെ ഒരു ചിന്തയിൽ വന്ന് ഒരു ക്യാരക്ടറിനെ നമ്മളെ വിളിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അത് ആളുകൾ ഓർത്തിരിക്കട്ടെ. അതൊന്നും അല്ല, നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് ആസ് ആൻ ആക്ടർ അദ്ദേഹം നമ്മളെ കുറിച്ച് ഓർത്തു, നമ്മളെ വിളിച്ചു. ഇപ്പൊ ധ്യാനാണെങ്കിലും ധ്യാനിനെ വിളിക്കുകയാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമയ്ക്ക് നായകനായിട്ട് ധ്യാനിനെ വിളിക്കുമ്പോഴത്തേക്കും അത് തന്നെ ഒരു ഭാഗ്യമാണ് നമ്മുടെ, അല്ലെ? അപ്പോ അത് നമുക്ക് തരുന്ന ക്യാരക്ടർ ഏറ്റവും ഭംഗിയായി ചെയ്യുക എന്നുള്ളത് മാത്രമേ പിന്നെയുള്ള ചിന്തയുള്ളൂ. അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. നല്ല
നമുക്ക് തന്നിരിക്കുന്ന ആ ക്യാരക്ടർ ഏറ്റവും നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യാം. നമ്മളെ ഞാനിപ്പോൾ ഇവിടെ ഇന്റർവ്യൂവിന് ഇപ്പോൾ ഇത്ര ആൾക്കാർ നമ്മൾ ഇന്റർവ്യൂ ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ 1-2 സുഹൃത്തുക്കൾ പറഞ്ഞതാണ്, കലേശ്വരനുണ്ടെങ്കിൽ പുള്ളിനെ കൊണ്ട് പറ്റിയ ഒരു പാട്ട് പാടി പുള്ളിയുടെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു. 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞു. അല്ല ശരിക്കും പാടാറുണ്ടോ? ഡബിങ് ആർട്ടിസ്റ്റാണ്. അതെ, അപ്പൊ നല്ല ശബ്ദമാണ്. അപ്പൊ പറ്റിയ ഒരു പാടും, ശരിക്കും പാടും. 2 പാട്ടും അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ചമ്മല എന്താ ആ പാട്ട് നല്ലല്ലേ? ജ്ഞാപകം തന്നെ പഠിക്കും. അതെ, ഇല്ലെങ്കിൽ കൂടെ പാടും. ഞാനാട്ടോ സപ്പോർട്ട് ചെയ്യാമോ? ഓക്കെ, റെഡി. ഓക്കെ, റെഡി. ആർദ്ര കൗണ്ട് ചെയ്തോ? നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങ് പറഞ്ഞാ പാടും. ഇത്ര അനുസരണയുള്ള കുട്ടി എന്നാ പറയുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ജ്ഞാപകം പാടുന്നില്ല, അതല്ല. ഓക്കെ, ഏത് പാട്ട് പാടിയാലും ഞാനായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. अजीब दास्तां है ये, कहाँ शुरू कहाँ खत्म, ये मंजिलें है कौन सी, न वो समझ सके न हम, अजीब दास्तां है ये, पाड़ कहाँ शुरू कहाँ खत्म. ഇതും ആക്ച്വലി ഈ സിനിമയായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ പറയാം. അജീബ് ദാസ്താൻ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ്. അത് ഈ പറഞ്ഞ പോലെ നിമിത്തങ്ങൾ നിറഞ്ഞ ജീവിതമാണ് നമ്മുടേത്. അപ്പൊ അത് എപ്പോ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് ചില സമയത്ത് നമുക്കൊരു തോന്നൽ ഉണ്ടാവും, ഒരു ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് പാട്ട് പോകുന്നത്. നമുക്കിപ്പോൾ ഈ സിനിമയുടെ ലൊക്കേഷനിൽ എത്തിക്കട്ടെ, നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ക്യാരക്ടറുകൾ തമ്മിൽ ഒരു കണക്ഷൻ കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പുമായിട്ട് ആ എക്സാം ഹോളിൽ ഇരുന്നപ്പോൾ പെട്ടെന്നൊരു കണക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾക്കൊക്കെ ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ലൊക്കേഷനിൽ വന്നിട്ടാണോ, ഉടനെ പെട്ടെന്ന് കിട്ടിയായിരുന്നു? ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ സിനിമ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കൊരു ടീം ഒരു ഇതുണ്ട്. ആർദ്ര കംഫർട്ടബിൾ ആയിരുന്നില്ല എന്ന് ആർദ്ര കഴിഞ്ഞ പല സ്ഥലങ്ങളിൽ ആർദ്ര പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അല്ല, അത് എന്റെ മാത്രം പ്രശ്നമാണ്. അതെ, ഞങ്ങളെ പ്രശ്നമല്ല, എന്റെ ന്യൂ എക്സ്പീരിയൻസ് ആയതുകൊണ്ടുള്ളൊരു അല്ല. ആർദ്ര ഇവരെന്ന് കണ്ടുപഠിച്ചത് എന്താണ്? കേട്ടോ അല്ല, വളരെ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ. ആരെ കുറിച്ച് ആദ്യം പറയുന്നത്? രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു. അല്ല, അവര് ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതികളാണെങ്കിലും നമ്മളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുന്ന രീതികളാണെങ്കിലും എനിക്കാണ് കുറച്ച് എന്താ പറയുക, ഇൻട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങോട്ട് ഇടപഴകാനോ ഒക്കെ ഉള്ളൊരു ഇൻഹിബിഷൻസ് ഉള്ളത്. ഇവർ എല്ലാവരുടെ അടുത്തും നോർമലായിട്ട് എല്ലാവരുടെ അടുത്തും ഒരേ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾക്കൊരു ഡിഫറൻസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യിക്കില്ല. പിന്നെ എനിക്ക് കുറച്ച് അസൂയാണുള്ളത്, ഇവർ ഫ്രണ്ട് സർക്കിളിൽ എപ്പോഴും ഇവർക്ക് എപ്പോഴും ഒരുമിച്ച് കോംബോ സീൻ ഉണ്ടാവും. ഞാൻ മാത്രം പുറത്തുനിന്ന് വന്ന ആളായിരിക്കും. അപ്പോൾ ഞാൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സീൻസ് ചെയ്യുമ്പോൾ എനിക്കപ്പം മാത്രമല്ല ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ചെറിയ അസൂയ എനിക്കുണ്ട്. സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കെല്ലാം ഓക്കേ ഇല്ലേ? ഇപ്പൊ ഒരു കണക്ഷൻ കിട്ടി. ഇനി ഒരു പടം കിട്ടണമെങ്കിൽ നിങ്ങൾ തകർക്കൂലേ? അല്ല, വേറെ കണക്ഷന്റെ പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സെറ്റിൽ നമ്മൾ ഇനീഷ്യലി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന എന്റെ ഇവർക്കൊക്കെ ഇത് കുറെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് 10-20 വർഷമായിട്ട് 10-20 വർഷത്തിന്റെ അല്ലല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടല്ലോ. അതെ, ആ എക്സ്പീരിയൻസിന്റെ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, ധ്യാൻ ചേട്ടാ, ഇപ്പൊ ചെയ്തു വെച്ച കഥാപാത്രങ്ങളെല്ലാം എടുത്തിട്ട് ഇപ്പൊ ഈ സിനിമയിൽ ചെയ്തേക്കുന്ന കഥാപാത്രത്തിന്റെ ആ ഒരു പ്രത്യേകത പറഞ്ഞു. എനിക്കങ്ങനെ പ്രത്യേകത ഒന്നും ഫീൽ ചെയ്യാറില്ല. കാരണം ഞാൻ വേറെ ഏതെങ്കിലും സിനിമയിൽ പള്ളിയിലച്ഛനായിട്ടൊക്കെ അഭിനയിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വിളിച്ചിട്ട് ലോറി ഡ്രൈവർ ആവുന്നത്. അല്ലപ്പോൾ അതിൻ്റെ ഇപ്പം ഞാൻ കഴിഞ്ഞ ഏതോ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൽ പോലീസായിരുന്നു, പിറ്റേ ദിവസം പള്ളിയിലച്ഛൻ. അപ്പം ഞാൻ പാച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ചേട്ടൻ്റെ പടം വർഷങ്ങൾക്ക് ശേഷം ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് ഞാൻ പോയിട്ട് മലയാളി ഫ്രം ഇന്ത്യയുടെ പാച്ച് ചെയ്തത്. അപ്പം വർഷങ്ങൾക്ക് ശേഷം രാവിലെ തൊട്ട് വൈകിട്ട് വരെ അഭിനയിച്ചിട്ട് 9:30 കഴിഞ്ഞിട്ട് ഞാൻ രാത്രി പോയിട്ട് മലയാളി ചെയ്യും. മലയാളി ചെയ്യുന്ന സമയത്ത് മലയാളിയില് നിവിന്റെ നാട്ടിൻപുറംകാരൻ സൈഡ് എല്ലാം കംപ്ലീറ്റ്ലി പറയും.
അപ്പൊ അത് നമുക്ക് അങ്ങനെ ഒരു ഇതിൽ തന്നെ നിന്നിട്ട് നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന പരിപാടിയൊന്നും എന്റെ പരിപാടിക്ക് അത് നടക്കില്ല. എല്ലാം വ്യത്യസ്തമായിട്ട് ചിലപ്പോ വ്യത്യസ്തമായിട്ട് ഒരു ദിവസം തന്നെ 2 പടമൊക്കെ ചെയ്യേണ്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം 2 പടം ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ, തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വക്കീലായിട്ടൊരു പടം ചെയ്തുകൊണ്ടിരിക്കുക. വക്കീലായിട്ട് സൗബിന്റെ കൂടെ ഒരു പടം, ഗോപേട്ടൻ്റെ ഒരു പടം, സൗബിനും ദിലീഷേട്ടൻ്റെ കൂടെ ഒരു പടം വക്കീലായിട്ട് അഭിനയിച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ടാണ് ഞാൻ മുടി പഠിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം തലേദിവസം വരെ ഞാൻ വക്കീലാണ്. പിറ്റേ ദിവസം ഒറ്റയടിക്ക് വാർദ്ധക്യത്തിലേക്ക് പോവാ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയണ്ട, ഈ പറഞ്ഞ അത്തരം പ്രിവിലേജുകളോ അല്ലെങ്കിൽ അത് എന്റെ ഈ പറഞ്ഞ ഞാൻ ഇത്രയും സിനിമകൾ ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. നമ്മൾ 1 at a time ചെയ്യുവാണെങ്കിൽ അതിനെ അങ്ങനെ കാണുവാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നമില്ല. നമുക്ക് കൂടുതൽ ക്യാരക്ടറിനെ മനസ്സിലാക്കി നമ്മൾ ഡീപ്പായിട്ട് ഇറങ്ങി ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഗുണങ്ങളേ ഉള്ളൂ. കാരണം എപ്പോ വേണമെങ്കിലും നമുക്ക് എന്തും അത് എങ്ങനെയാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന്റെയൊക്കെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ കൃത്യമായിട്ട് നമുക്കൊരു ഫീഡ് ചെയ്യുന്ന ഒരു സംവിധായകനോ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാരണം ഇത് നമ്മൾ ക്യാരക്ടർ കണ്ണോ നമ്മൾ വായിച്ചു വെച്ചതും അതിനപ്പുറം ഞാൻ വായിക്കാറില്ല, ഞാൻ കഥ മാത്രമേ കേൾക്കാറുള്ളൂ. അതിനപ്പുറം ഈ സിനിമ ഡയറക്ടറിന്റെയാണ്. അപ്പം ഡയറക്ടർ അത് കൺസീവ് ചെയ്തിട്ടുണ്ടാവും, ഈ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഞാൻ പൊതുവെ ഡയറക്ടറിനെ ഫോളോ ചെയ്യുന്നതാണ്. വെച്ചാൽ ആ സെറ്റിൽ അപ്പൊ തലേ ദിവസം വരെയുള്ളത് അവിടെ തീർന്ന ആ സെറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്ത് അവിടെ കളഞ്ഞിട്ട് വരണം. ഇല്ലെങ്കിൽ നമുക്കത് നമ്മൾ ഒരിക്കലും, പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന്റെ ഒരു ചാന്തുപൊട്ടിയായിട്ട് ദിലീപേട്ടൻ കുറച്ച് ടൈം എടുത്തു എന്ന് പറഞ്ഞു അതിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി. അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ നമുക്ക് ചെയ്തത് അല്ലെങ്കിൽ അതിനുള്ള അതിനുള്ള ഇത് ഇല്ലാത്തിടത്തോളം ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞതിന്റെ ലാസ്റ്റ് സീൻ കഴിഞ്ഞ് ഞാൻ പൊള്ളാച്ചിയില് കോയമ്പത്തൂര് ഷൂട്ട് ചെയ്ത് എന്നുവെച്ചാൽ കോയമ്പത്തൂര് ഷൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ആ കണ്ണാടി വെച്ച് ഊരി പിറ്റേ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് എനിക്കൊന്ന് മോർച്ചറിയില് മറ്റേ കീപ്പറായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ്. പിറ്റേ ദിവസം പോയിട്ട് വേറെ സിനിമ ചെയ്യാം. അപ്പൊ അത്തരം ഇതൊന്നും നമുക്ക് അത്തരം ഒരു പരിപാടി എന്റെ പ്രോസസ്സിൽ എനിക്ക് പറ്റാത്തതാണ്. നമ്മൾ ഇങ്ങനെ ഈ വഴി കൂടി പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് പിറ്റേ ദിവസം വരുമ്പോ ആ സംവിധായകൻ എന്താണ് അവിടെ നിന്ന് പറയുന്ന, അയാൾ പറയുന്ന ഫീഡ് ചെയ്ത് തരുന്ന കാര്യങ്ങൾ അതിന് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഗ്രാസ്പ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. വലിയൊരു പാടമാണ് പഠിക്കണ്ടേ. ഇതിപ്പോ ഞാൻ പറയുന്നത് ഇവിടുത്തെ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാർ, ക്യാരക്ടർ അല്ലെങ്കിൽ ഇതിപ്പം ഇത് മെയിൻലി നായക നടന്മാർ അല്ലെങ്കിൽ ലീഡ് ആക്ടേഴ്സിന് അവർ 1 at a time സിനിമ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത് കൂടുതൽ ആ ക്യാരക്ടറിന്റെ സ്കിന്നിലോട്ട് ഇറങ്ങി അവരതിനെ പഠിച്ച് മനസ്സിലാക്കി അവര് എന്താന്നൊക്കെയുള്ള പരിപാടിയുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒട്ടുമിക്ക ആക്ടേഴ്സും അങ്ങനെയാണ് ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ, കാരണം ഞാൻ എല്ലാ നിവിന്റെ പടത്തിലും ഞാൻ മലയാളിയില് ഞാൻ സപ്പോർട്ടിങ് റോളാണ്. സപ്പോർട്ടിങ് റോൾ ചെയ്തിട്ട് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ പിറ്റേ ദിവസം വരുമ്പം അതിൽ ലീഡായിട്ടാണ്. ഓക്കെ, അതില് ഓവർ ദ ടോപ്പ് ലൗഡ് പരിപാടി കാണിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് പിന്നെയും മറ്റേ സ്വിച്ച് ചെയ്തിട്ട് വേറെ ആളാണ്. തലേദിവസം മൽഘോഷ്, അടുത്ത ദിവസം വീണു. എല്ലാം മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ സൈക്കോളജിസ്റ്റ് അല്ലേ, ശരിക്കും ഒരു അഭിനയമോഹം എപ്പോഴാണ് മനസ്സിൽ കയറിയത്? ഒരു പ്രൊഫഷനായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ഞാൻ അതിൽ നിന്ന് മാറി? പ്രൊഫഷനായിട്ടൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഫിലിമൊക്കെ പണ്ടേ ഇഷ്ടമാണ്, എപ്പോഴും ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ എന്താ പറയാ, പഴയ ലാലേട്ടൻ മൂവീസിനോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് പോലും എന്താ പറയുക, ഒരു സ്ക്രീനിൽ ലാലേട്ടൻ്റെ പടം വെച്ച് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നത് പോലെയാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എപ്പോഴും മൂവി കാണുന്ന സമയത്ത് അയ്യോ ഇവരൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള സാധനം എപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ഞാനതൊന്ന് ചെയ്ത് നോക്കി എങ്ങനെ ഇരിക്കുന്നോ, എനിക്ക് അവിടെ അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്നോ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ട് പോലുമില്ല. അപ്പം ആക്സിഡൻ്റലി കോവിഡിൻ്റെ ടൈമിൽ ഞാനൊരു ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ആ മൂവിയിൽ സെലക്റ്റഡ് ആയി. പക്ഷേ ആ മൂവിയും അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രൊജക്റ്റും ചെയ്യാനിരുന്നിരുന്നു. പക്ഷെ കോവിഡിൻ്റെ ചില സിറ്റുവേഷൻസ് കാരണം അത് നടന്നില്ല. അപ്പം ആ സമയങ്ങളിലാണ് എന്തോ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം ചെയ്യാൻ അറിയുമെന്നൊന്നും അറിയില്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടി. അത് നല്ല പ്രൊജക്റ്റുകളായിരുന്നു. അപ്പോൾ അത് പിന്നെ നടന്നതുമില്ല. അപ്പോഴാണ് സ്വാമി സാറിൻ്റെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ ഓഡിഷൻ നടക്കുന്നു, അല്ലെങ്കിൽ
മീറ്റ് ചെയ്യാൻ വിളിക്കുന്നു എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ നടക്കുന്ന എൻ്റെ ഒരു നിമിത്തം പോലെ ആയിരിക്കും അല്ലേ? ഒറ്റ ദിവസം കൊണ്ട് രാവിലെ ഒരു കോള് വരുന്നു, ഉച്ചയ്ക്ക് മീറ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ തീരുമാനമാവുന്നു. പിന്നെ സ്വാമി സാറ് ആയതുകൊണ്ട് പിന്നെ വേറെ ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നും. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തിയത്. ഓക്കെ, ഭയങ്കര ഒരു ടെൻഷൻ പോലെയൊക്കെ പറയാൻ വേണ്ടിട്ട്. പക്ഷെ എന്തായാലും ഭയങ്കര ഒരു പാവമല്ലേ അല്ലേ? ഒരു പാവം കുട്ടിയാ അല്ലേ? അങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല അല്ലേ? എന്ത് പറയുമ്പോഴും അപ്പം അങ്ങോട്ട് നോക്കും അല്ലേ? ഓക്കെ, ഇനി ഇതിൽ നിന്നെല്ലാം മാറ്റിയിട്ട് ഇപ്പൊ നമ്മള് സീക്രട്ട് മൂവി കേട്ടോ, ഇതുവരെയായിട്ടും പുറത്ത് പറയാത്ത, അന്ന് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സീക്രട്ട് എന്താണ് ധ്യാനേട്ടാ? അവിടെ പറയാ, എവിടെയും പറയാത്ത, എവിടെയെങ്കിലൊക്കെ പറയൂല്ലോ നമ്മൾ എവിടെയെങ്കിലും. ഞാൻ പൊതുവെ ഒന്നും പുറത്ത് പറയാത്ത ആരാണ്. ആര്? അല്ല, ഇവിടെ പറയാൻ ഞാൻ അവിടെ അവന്റെ ചാനലിൽ പറയാൻ ഇല്ല, ഒരു 4-5 ഒക്കെ ഉണ്ടാവൂല അതിലേതെങ്കിലും. എന്നെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, രഹസ്യങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം പരസ്യമല്ലേ, പരസ്യമായിട്ടിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇതിൽ ധ്യാനേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, പഠിക്കുന്ന ടൈമിൽ മോഹൻദാസിൽ, പേര് പറയണ്ടെന്ന് പറഞ്ഞു, മോഹൻദാസിൽ വെച്ചത് അന്ന് അവിടെ പറഞ്ഞിരുന്നൊരു കാര്യം, ഞാൻ ചിലപ്പോൾ സിനിമ നടനൊന്നും ആവില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. ചിലപ്പോൾ ഞാൻ ഒരു ബിസിനസ്സറാവും, ഒരു ബിസിനസ് മാൻ ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും വഴി കൂടി അങ്ങ് പോകും. സിനിമയിലെത്താൻ ചാൻസ് വളരെ കുറവാണ്. ഇപ്പം അവരെല്ലാവരും പറയുന്നത്, എന്നിട്ട് അവൻ നേരെ സിനിമയിലേക്ക് പോയി. പക്ഷെ അവൻ ഇതിനിടയിൽ അവൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചിലപ്പോൾ ഒരു ഗായകനാവൂടാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലത്ത് പാട്ട് പാടിയെന്ന് പറഞ്ഞു. കോളേജിൽ ആ പാട്ട് പാടിയ സമയം, ആ പാട്ട് പാടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു കൂട്ടുകാരനാണ്. പക്ഷെ ആ പാട്ട് പാടിയപ്പോൾ അവിടെ ഒരു ഭയങ്കര ഗംഭീരമായ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അതെന്തായിരുന്നു എന്ന് പറയാമോ? ഇല്ല, പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ എല്ലാം കാണാനുള്ളതാ, ഇങ്ങനൊരു സംഭവം അറിയില്ല. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ഫസ്റ്റ് ഇയറിൽ ഈ എന്താവല്ലോ ഫ്രഷേഴ്സ് വന്നിട്ട് ട്രാൻഡത്താ. അപ്പൊ അതിനകത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് എവിടെയോ. അപ്പം ഫസ്റ്റ് പങ്കെടുത്ത എല്ലാത്തിനും പേര് കൊടുത്തൊരുത്തരുണ്ടായിരുന്നു. അവനന്ന് ഈ പരിപാടിന്റെ ദിവസം വന്നില്ല. വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേര് കൊടുക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ ശ്രദ്ധിക്കുമല്ലോ, അവനത് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അങ്ങനെ ഇവൻ പങ്കെടുത്ത പരിപാടികളെല്ലാം തന്നെ, പാട്ട് പരിപാടി, ഡാൻസ് എല്ലാത്തിനകത്തും, അതൊക്കെ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോ ഇവന്റെ ഹൗസിലാണ് ഞാൻ ഒന്നിനും പേര് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ കോളേജിലേ പോകാറില്ല. അപ്പൊ പിന്നെ അന്നത്തെ ദിവസം പരിപാടിയൊക്കെ കാണാം എന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് ഫാക്കൽറ്റി വന്നിട്ട് എന്നോട് പറയുന്നു, നമ്മളൊരു മെഡലി എന്ന് പറയുന്നത് കോർത്തിണക്കിയിട്ട് മെഡലി എന്ന് പറയുന്ന സാധനമുണ്ട്, ഏത് പാട്ട് വേണമെങ്കിലും പാടാം, 4-5 പാട്ടുകൾ പാടാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ നല്ല രസം, കുറെ നല്ല ക്രൗഡ്, ആൾക്കാർ, ഭയങ്കര ഓളം. ശരി, എന്നാ പിന്നെ ഒരു ഓളത്തിന് പാടിയേക്കാന്ന് പറയുന്നത്. എന്റെ കൂടെ പാടുന്ന കുട്ടി ഒരു പെൺകുട്ടിയാണ്. പുള്ളിക്കാരി യുവജനോത്സവത്തിലൊക്കെ മറ്റേ 1ാം ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു ഭയങ്കര അത്യാവശ്യം നല്ല സിംഗറാ കുട്ടി. അങ്ങനെ പാട്ട് പാടാൻ വേണ്ടി എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അപ്പൊ ഞാൻ അവളും കൂടെ ഇന്ന് പാട്ട് പാടാം. അപ്പൊ ഫസ്റ്റ് ഏതൊരു പാട്ട് ഭയങ്കര ഹൈപ്പിച്ചില്ല, പാട്ട് ഏതാന്ന് പോലെ മറന്നുപോയി. അപ്പം പാടാൻ വേണ്ടി പറയുന്നു. അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്റെ പേര് പറയുന്നത് തന്നെ, അവളുടെ പേര് ഞാൻ മറന്നുപോയി, അർച്ചന എന്നോ അങ്ങനെന്തോ, അർച്ചനയാണോ? ആണല്ലേ, അർച്ചന അങ്ങനെ തന്നെ, അങ്ങനെ ഏകദേശം അത് തന്നെ. അപ്പൊ എന്നെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ അടുത്തതായി സ്റ്റേജിലേക്ക് എനിക്ക് ബിൽഡപ്പാ. അപ്പൊ ഈ പാട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും, പാട്ട് എന്റെ ഒരു വരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു വെള്ളി വീണു. വെള്ളി ഇതുപോലെ സൗണ്ട്. അപ്പോ ഈ വെള്ളി വീണതും, ഈ തിരുവനന്തപുരമാണല്ലോ, തിരുവനന്തപുരത്തുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഇവര് കൂവി എന്നെ ഏറ്റവും തള്ളി വിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഈ അദ്ദേഹം എന്ന് പറഞ്ഞ ആ തെണ്ടി ആയിരിക്കും, ആരാണെന്ന് എനിക്കറിയില്ല. അവന്മാരൊക്കെ കിടന്ന് കൂവ. ഞാൻ നിന്നെ കൊണ്ട് പറ്റും, നീ ഇല്ലേ, ഒരു ഗായകനുണ്ടെന്ന് പറഞ്ഞ അവന്മാര് പോണ ഞാനല്ലേ
അപ്പൊ എനിക്ക് ഭയങ്കര വാശി. അപ്പൊ ഈ മെഡല് മൊത്തം ഞാൻ തന്നെ അങ്ങ് പാടാന്ന് വെച്ചു. പിന്നെ അവളുടെ ഇത് പാടി ഞാൻ ഫ്ലോയിലൊന്നും കൂവി കഴിയുമ്പോ കൂവൽ കിട്ടുന്ന സമയത്ത് ചിലർ തളർന്നു പോകും, എനർജി കിട്ടും. എനിക്കൊരു എനർജിയും കിട്ടിയതും ആൾക്കാരൊന്ന് ചെരുപ്പെടുത്തടിക്കുന്നത് അറിഞ്ഞ് പോടാന്നതാണ് അത് നമുക്ക് എനർജി കിട്ടുന്നതും. നെക്സ്റ്റ് സെക്കൻഡ് അവളെന്തോ പാടാൻ തുടങ്ങുമ്പോഴേക്കും ഈ കുട്ടി പൊട്ടിക്കരഞ്ഞ സ്റ്റേജിൽ അത് പറഞ്ഞില്ല, ബാക്കി പറയുന്ന പറഞ്ഞേ കരഞ്ഞു. കരച്ചിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. ഈ അപ്പോഴേക്കും ഒരു സ്റ്റേജിന്റെ ഈ കർട്ടൻ ഇടാൻ തുടങ്ങി, കുട്ടി കരയാണല്ലോ. അപ്പൊ ടീച്ചർമാരൊക്കെ വന്നിട്ട് കർട്ടൻ ഇടും, എന്നിട്ട് എന്നോട് ടീച്ചർ നിർത്താം അതിന്റെ പാട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴും പാടുകയാണ്. ഈ സ്റ്റേജിന്റെ കർട്ടൻ വീഴുന്നവരെ ഞാൻ പാടി. ഈ കർട്ടൻ ഇട്ടു, പാട്ട് മൈക്കൊക്കെ ഓഫ് ചെയ്തു. ഈ കുട്ടീനെ ലിറ്ററലി 4-5 ആൾക്കാർ പിടിച്ചോണ്ട് പോവാ. മോളെ കരയണ്ട കരയണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്നെ ഒരാള് തിരിഞ്ഞു നോക്കുന്നില്ല. ഞാനെന്നിട്ട് ഈ കുട്ടീനെ ബാക്ക് സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും സമാധാനിപ്പിക്കുന്നു, ഇതാക്കുന്നു, കരയണ്ട കരയണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് എന്നെ നിർബന്ധിച്ച് പാടിച്ച ടീച്ചർ ഉണ്ടല്ലോ. അപ്പൊ ഞാനപ്പോ സൈഡിലൂടെ എത്തിച്ചു വന്നാ പിന്നെ ഞാൻ അത് പിന്നെ എനിക്ക് പിന്നെ ഞാൻ കോളേജിൽ പോയിട്ടില്ല. പിന്നെ 1-2 ദിവസമേ പോയിട്ടുള്ളൂ, ഞാൻ നിർത്തി. അതാണ് സംഭവം, പുതിയ സംഭവം. ആണോ? ഇത് വളരെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നോട് എന്തെങ്കിലും ധ്യാനം കാണുകയാണെങ്കിൽ നീ ചോദിക്കണം, വളരെ അത്യാവശ്യമായിട്ട് ചോദിക്കണം. ഇത് നീ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവൻ ഒരു സ്പെഷ്യൽ സ്റ്റോറി ആയിരിക്കും പറഞ്ഞു തരുന്നത്. എന്റെ ഞാൻ ഇന്റർവ്യൂ കണ്ടു പറഞ്ഞുതരാം, ഒരിക്കലും പറയും. ഓക്കെ, അന്ന് പാടിയ പാട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓർമ്മയുണ്ടോ? ആ വെള്ളി വീണത് എവിടെയെന്ന് അറിയാമോ? ഏത്? ചെയിൻ സോങ്. ശരിക്കും പാട്ട് പഠിച്ചിട്ടില്ലേ? അല്ല, എപ്പോഴും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വെറുതെ ഒരു പാട്ടൊക്കെ പാടി നോക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പാട്ടായിരിക്കും? ചുമ്മാ പറയാ, കൊച്ചിനെ പാട്ട് പാടി കേൾപ്പിക്കാറില്ലേ? ഇല്ല, ഞാൻ ഇപ്പൊ ഇടക്കിടക്ക് പാടുന്ന ഒരു പാട്ട് അതെനിക്ക് നന്നായി പഴകുന്ന പാട്ടായിരിക്കും. അത് ഇപ്പൊ ശരിക്കും കറക്റ്റ് ആയിട്ട് അത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നവരെ പാടി 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 പല സ്ഥലത്തും പാടുന്നതായിരിക്കും. പുതിയ മുഖവും പിന്നെ അതിപ്പോ എന്താ പ്രശ്നം വെച്ചാ ഏട്ടൻ പാടിയത് കൊണ്ടായതുകൊണ്ട് പാടിയ ആൾക്കാരെല്ലാം പരിധി കൂടെ നമ്മൾ പാടി കഴിഞ്ഞാൽ അവർ നിർത്താന്ന് പറയും. ചേട്ടൻ പാടിയതുകൊണ്ട് ചേട്ടൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്നുകൂടി പഠിച്ചിട്ട് പാടും പുറത്തു പോയിട്ട്? അല്ലെങ്കിൽ ഞങ്ങള് വർഷങ്ങൾക്ക് ശേഷം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ വീഡിയോ ചേട്ടന്റെ റൂമിന്റെ പുറത്ത് ചേട്ടൻ ഉറങ്ങുന്ന സമയത്ത് ബേസിലും ഞാന് അപ്പു എല്ലാരും ഞങ്ങളെല്ലാം പോയിട്ട് ബേസിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഡോറിന്റെ പുറത്ത് പോയിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഡയറക്ടറിനെ രാത്രി വിളിച്ച് ഉറക്കം ശല്യപ്പെടുത്തതായത് ഇവന്റെ അന്നത്തെ ദിവസത്തെ ഇവന്റെ വിനോദം ഈ പാട്ട് പാടിയിട്ട്. ബേസിലേട്ടൻ ഞങ്ങളിപ്പോ ഒരു പടത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാ. പുള്ളി പറഞ്ഞു പ്രൊഫഷണൽ ആയിരിക്കും ലൊക്കേഷനിൽ. രാത്രിയാ, പക്ഷെ പിറ്റേ ദിവസം മറ്റേ ഉറക്കം തൂങ്ങി അവൻ വന്നു ഡയറക്ടർ. അപ്പൊ അത് ഞാൻ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ എടുത്ത് പാടുന്ന പാട്ട് അതാണ്. രണ്ടുപേരും പാടാൻ പറ്റും ജസ്റ്റ് ഇവിടെ ആ ഹൈപ്പിച്ച് മാത്രം അതിലേക്ക് സപ്പോർട്ട് ചെയ്യും, ഗായകൻ സപ്പോർട്ട് ചെയ്യും. ഇനിയിപ്പോ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ആരാവാനാണ് ആഗ്രഹം? അല്ല, ഇനി ഒരു നടനാവണം തന്നെയാണോ, അല്ലെങ്കിൽ എന്താണ് ആഗ്രഹം? ഈ ജന്മത്തിലേ ഞാൻ നടനാവണം ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം അംബാനിയുടെ മോന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ആനന്ദ് അംബാനി അക്ഷയ് ആ ലെവലില് അല്ലേ അടുത്ത ജന്മത്തിൽ കൊടീശ്വരനെ കല്യാണം കഴിക്കുക, നല്ല രസിച്ച് ജീവിക്കുക, അങ്ങനെ ചിന്ത വന്നു പെട്ടെന്ന്. കുറെ ആൾക്കാർ നമ്മുടെ കല്യാണത്തിന് വരിക, നല്ല രസം. ഈ നമ്മള് ഇപ്പൊ ഒരു ഇതിൽ പറയുന്നുണ്ട്, നമ്മൾ അടുത്ത ജന്മത്തിൽ ജനിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മനുഷ്യനാവണമെന്നില്ല, ചിലപ്പോൾ നരിയാവാന്നൊക്കെ പറയൂലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു 3-4 പേര് അവരടുത്ത ജന്മത്തിൽ ആരാവുന്നെന്ന് പറയാമോ? മീൻസ് ഞാൻ ഒരു പേര് പറയാം. നീരജ് മാധവാണെങ്കിൽ അടുത്ത ജന്മത്തിൽ
ഒരു മൃഗമാണെങ്കിലോ പക്ഷിയാണെങ്കിലോ എന്താവും? അവന് പറ്റിയൊരു മൃഗത്തിന് എനിക്ക് കിട്ടുന്നില്ല. അത് ബേസിലേറ്ററാണെങ്കിലോ? ബേസില് അവൻ പട്ടി. പട്ടി ഭയങ്കര നല്ല ഇത്രയും നന്ദി സ്നേഹമുള്ള ആ നന്ദി സ്നേഹം അവനില്ല. അടുത്തെങ്കിലും അവൻ അതുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരാളും കൂടി നമ്മുടെ അജു ചേട്ടനാണെങ്കിലും ഒന്നൊന്നര മൃഗമായിരിക്കും. വെച്ചിട്ട് മാൻ, പേടമാൻ. അജുവേട്ടന്റെ ഇത് നമ്മൾ ഒറ്റയടിക്ക് പഠിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു. അതുകൊണ്ടൊന്നല്ല, ഒന്ന് മൃഗങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര അവരുടെയൊക്കെ ജീവിതവും അവരുടെ ഇതൊക്കെ ഭയങ്കര നമുക്ക് പാവം തോന്നുന്നില്ലേ സത്യം പറഞ്ഞാൽ. സാധുക്കളാണ്. ആ സാധു പരിപാടി ഒന്നും ഇവർക്ക് ആർക്കും ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ അതുകൊണ്ട് സാധുക്കളുമായിട്ട് അടുത്ത ജന്മത്തിൽ എന്താവും ഇങ്ങനെയാവും പറയുമ്പോ എനിക്ക് പെട്ടെന്ന് പറയാനൊരു. അപ്പൊ അജുവേട്ടൻ നമുക്ക് എന്താന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു മൃഗം അങ്ങനെ ഒരു മൃഗം അങ്ങനെ ഒരു മൃഗം ഇനി ഇപ്പൊ ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സിനിമയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ നമ്മൾ റിലീസിന് ഒരുങ്ങാണ് സീക്രട്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റൈറ്ററുടെ സ്വാമി സാറിൻ്റെ ഇത് തന്നെയാണ് നമ്മളെല്ലാവരും. കാരണം ഒരുപാട് പലതരത്തിലുള്ള ത്രില്ലർ മൂവീസും പലതരത്തിലുള്ള സ്റ്റോറീസും ഒക്കെ തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓഡിയൻസ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തിയേറ്ററിലേക്ക്. അപ്പോൾ ഇത് എല്ലാ ടൈപ്പ് ഓഡിയൻസിനും കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ്. നമുക്ക് യൂത്തിനാണെങ്കിലോ ഫാമിലിക്കാണെങ്കിലോ എല്ലാവരും അല്ല പെട്ടത് അല്ല, എന്നാലും സാധ്യത ആർക്ക് വേണ്ടിയാണ്? നമുക്കൊരു വിശ്വാസമുണ്ട് ഇത് എല്ലാവരുടെ അടുത്തും കണക്ട് ആവാൻ സാധ്യതയുണ്ട്. ശരിക്കും ഒരു 55-60 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോൾ ഡയറക്ടേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഇടയിൽ. അങ്ങനെ ഉണ്ട്. അല്ല ഒരു എന്താ പറയാ, എന്തായാലും കുറെ പേര് നല്ല ട്രെൻഡിനും അല്ല ഉണ്ട് ചേട്ടാ. ഇല്ല, വളരെ ചുരുക്കം കുറച്ച് പേര് ആൾക്കാർ ട്രെൻഡിനൊപ്പം എത്തുന്നില്ല എന്ന് പറയുന്ന കുറച്ച്. അല്ല ഇങ്ങനെ നിൽക്കാ അല്ല ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ചേട്ടാ എന്തിനാ ചേട്ടാ. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ സാമിയേട്ടൻ 72 അല്ല സ്വാമി സാറ്. ഞാൻ പെട്ടെന്ന് ധ്യാനേട്ടെന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ സാമിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ. അല്ല സ്വാമി സാർ ഇവിടെ ഇല്ല. ഓക്കെ, നമ്മുടെ സ്വാമി സാറ്. അയ്യോ ഒരിക്കലും അല്ല ചേട്ടാ, ഇത് വേറെ വഴിയിലേക്ക് തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഒരിക്കലും ഇല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. സ്വാമി സാർ ആദ്യമായിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. ആ ദൈവമേ, ഇത് തപ്പി വരും മിക്കവാറും. ഒരിക്കലും ഇല്ല, ഞാൻ പറഞ്ഞതല്ല. അപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പുള്ളിയുടെ സമപ്രായക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ആ 55 വയസ്സിന് മുകളിലുള്ള മലയാള സിനിമയിലെ എല്ലാ സംവിധായകരും ഔട്ട്ഡേറ്റഡ് ആണെന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല. അയ്യോ അതല്ലേ പറഞ്ഞത്, അങ്ങനെയല്ല. 55 പ്രത്യേകം പ്രായം എടുത്തു കഴിഞ്ഞു പറഞ്ഞു. 55 വയസ്സിന് മുകളിലുള്ള സംവിധായകരൊക്കെയാണ് ജോർജ് സാറ്. എന്റെ ദൈവമേ, ഇല്ല നമുക്ക് ഇതിൽ നിന്ന് മാറാം. നമുക്ക് വേറൊരു കഥയൊക്കെ പറയാം. അത് കറക്റ്റ് പറയണം. അവരൊക്കെ അപ്ഡേറ്റഡ് ആയതുകൊണ്ടാണ് അവർ ഇന്നും സിനിമ ചെയ്യുന്നത്. അതെ, ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ആവുന്ന് ഇപ്പഴാ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ആവുന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്, ആരൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് ശരിയല്ലല്ലോ. അല്ലേ ആർദ്ര, അങ്ങനെ പറയാൻ പാടില്ല. പറ്റില്ല. അവിടെയാണ് ഒരു വൻ ഒരു തിരിച്ചറിവിലൂടെ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടം. ഓക്കെ, അതെ അത് കഴിഞ്ഞു. സിനിമ ഏത് അങ്ങനെ ഒരു പ്രായം, ഇന്ന പ്രായം വരെ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന പ്രായത്തിൽ. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, പുറത്തുള്ള സംവിധായകരൊക്കെ 93-94 വയസ്സൊക്കെ, എത്ര 82-83 വയസ്സൊക്കെ. അപ്പൊ അതുകൊണ്ട് ക്രിയേറ്റിവിറ്റി എല്ലാം ക്രിയേറ്റീവ് എന്ന് പറയുന്നത് അതിനൊരു പ്രായമോ അല്ലെങ്കിൽ ഇന്ന പ്രായം വരെ അതിനൊരു ഇതൊന്നും. അല്ല, ഞാൻ പറഞ്ഞത് വേറെ സാധനം. ഞാൻ പറഞ്ഞത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ആദ്യമായിട്ട് സിനിമ ചെയ്യാണ്. അത് നേരത്തെ വേണമെങ്കിൽ ചെയ്യായിരുന്നു. അപ്പൊ ഇത്രയും പഠിച്ച് ഇതിന്റെയൊക്കെ ചെയ്തതിന്റെ ഒരു ഔട്ട്പുട്ട് എന്തായാലും ഈ സിനിമയിലുണ്ട്. അപ്പൊ അതെന്തായാലും അതുണ്ടോ ഇല്ലയോ കണ്ടറിയണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഉറപ്പായിട്ടുണ്ട്. കാരണം ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ
നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലായായിരുന്നു. എവിടെ അന്വേഷിച്ചത്? ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു ഇന്ന് രാവിലെ. ഞാൻ അന്വേഷിച്ചിട്ട് ഇതിനെപ്പറ്റി ഒരു വിവരം എനിക്ക്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ ശരിക്കും അന്വേഷിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങണം. നമുക്കപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ഒരു വലിയൊരു ടീം വർക്കാണ് ഈ സിനിമ എന്ന് നമുക്കറിയാം. അപ്പോൾ അതെ, എല്ലാ സിനിമയും അതേപോലെ തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ റിലീസിന് വേണ്ടിയിട്ട് മലയാളികളെല്ലാവരും, ഞാനടക്കം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.